രാവന്തിയോളം ഏകമകൾക്കു വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ കഷ്ടപ്പാട് തിരിച്ചറിഞ്ഞ് മിടുക്കിയായി പഠിക്കുന്ന മകൾ. പഠനം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവളുടെ പ്രണയവിവാഹവും ഉറപ്പിച്ചു. കക്ഷി നാട്ടിലെ പയ്യൻ തന്നെ. ബിരുദദാന ചടങ്ങ് കഴിഞ്ഞ് വിവാഹവും തീരുമാനിച്ചിരിക്കെ പിന്നെ നടന്നത് അപ്രതീക്ഷിത സംഭവങ്ങളാണ്. കല്യാണ മണ്ഡപം ഉയരേണ്ട വീട്ടുമുറ്റത്ത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ സഞ്ചയന ചടങ്ങിൻ്റെ പന്തലാണ് ഉയർന്നിരിക്കുന്നത്. സംഭവം ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ്. കാവാലം ലിസിയോയിലെ തിലകിൻ്റെ മകൾ ആതിര തിലക് എന്ന 26-കാരിയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. LLB അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ആതിര. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ആതിര തൂങ്ങി മരിച്ചത്. അതിനു കാരണമായത് ഭാവി വരൻ അനന്തുവുമായുണ്ടായ പ്രശ്നങ്ങളും. എല്ലാത്തിനും സാക്ഷിയായത് ആതിരയുടെ അച്ചാച്ചനാണ്. പക്ഷേ പേരക്കുട്ടി വീടിന് മുകളിൽ ജീവിതം അവസാനിപ്പിച്ചത് മാത്രം പ്രായമായ അച്ചാച്ചന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെളുപ്പിന് 2 മണിക്ക് ജോലിക്ക് പോകുന്നവരാണ് ആതിരയുടെ മാതാപിതാക്കളായ അച്ഛൻ തിലകും അമ്മ ബേബിയും. വൈകിട്ട് 8:30യോടെയാണ് തിരിച്ചെത്തുക. അന്ന് ഉച്ചയ്ക്ക് 12:30യോടെ ആതിര അച്ഛനെ വിളിച്ചിരുന്നു. പഞ്ചായത്തിൽ നിന്നും വീടളക്കാൻ ആള് വന്നിട്ടുണ്ടെന്നും ആധാറും മറ്റും നൽകണമെന്നും പറഞ്ഞു. അതിനുവേണ്ടിയാണ് ആതിര വിളിച്ചത്. അതിനുശേഷം ആലപ്പുഴ DCയിൽ DYFIയുടെ പരിപാടിക്ക് പോകുമെന്ന് തലേ ദിവസമേ ആതിര അച്ഛനോട് പറഞ്ഞിരുന്നു. വിവാഹം നിശ്ചയിച്ച പയ്യൻ അനന്തുവിനൊപ്പമാണ് പോകുന്നതെന്നും പറഞ്ഞു. DYFIയുടെ പ്രവർത്തനത്തിന് ഒന്നിച്ചു പോകുന്നവരും പ്രവർത്തിക്കുന്നവരുമൊക്കെയായിരുന്നു ആതിരയും അനന്തുവും. തുടർന്ന് അച്ഛൻ സമ്മതവും നൽകി. ചില ദിവസം വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാനുള്ള ആരോഗ്യമുണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങും. അന്ന് വെള്ളിയാഴ്ചയും ഭക്ഷണം വാങ്ങി. ഹോട്ടലിൽ നിൽക്കവേ മകളെ വിളിച്ചു. കുറച്ചു പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. മകൾ പരിപാടിക്ക് പോയതിനാൽ ഫോൺ സൈലന്റിലോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി. ഉടനെ ആതിരയുടെ അമ്മ ബേബി അനന്തുവിനെ വിളിച്ചു. 5ാമത് തവണ വിളിച്ചിട്ടും അനന്തുവും ഫോൺ എടുത്തില്ല. സാധാരണ ഉടനെ തിരിച്ചു വിളിക്കാറുള്ളതാണ്. അന്ന് അനന്തു ഫോൺ എടുത്തതേയില്ല. തുടർന്ന് വീട്ടിലെത്തിയിട്ടും രണ്ടുപേരുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു. തുടർന്ന് അനന്തുവിൻ്റെ അമ്മയെയും വിളിച്ചു. അപ്പോഴാണ് വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ചാച്ചൻ വരികയും അനന്തു ഉച്ചയ്ക്ക് വീട്ടിൽ വന്നുവെന്ന് പറയുകയും ചെയ്തത്. തുടർന്ന് അനന്തുവും ആതിരയും തമ്മിൽ വഴക്കുണ്ടായെന്നും അനന്തു ആതിരയെ അടിക്കുകയും ചെയ്തുവെന്നും അച്ചാച്ചൻ പറഞ്ഞു. പിന്നെ മുകളിലേക്ക് കയറിപ്പോയ ആതിര തിരിച്ചിറങ്ങി വന്നില്ല എന്നായിരുന്നു അച്ചാച്ചൻ പറഞ്ഞത്. ആതിര മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരിക്കും എന്ന് കരുതി അവിടേക്കെത്തിയ അച്ഛൻ കണ്ടത് ജനലിൽ ബെഡ്ഷീറ്റ് കുരുക്കിയതും ജനൽപ്പടിയിൽ മുഖം വെച്ച് കിടക്കുന്ന ആതിരയുമാണ്. ഉടൻ കഴുത്തിലെ കെട്ടഴിച്ച് മൂക്കിൽ കൈവച്ച് നോക്കിയപ്പോൾ ശ്വാസവുമില്ല. പിന്നെ അലമുറയിട്ടു കരയാൻ മാത്രമേ ആതിരയുടെ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞുള്ളൂ. തുടർന്ന് നാട്ടുകാരും അയൽവാസികളുമെല്ലാം ഓടിയെത്തുകയും ചെയ്തു. പോലീസിനെയും അറിയിച്ചു. അപ്പോഴേക്കും അനന്തുവും എത്തി. ഞാൻ കാരണമാണ് അവൾ മരിച്ചതെന്നും പറഞ്ഞ് അനന്തു മുറ്റത്ത് കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ 2 അടിയും കൊടുത്ത് പിതാവ് അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അതുകഴിഞ്ഞ് ആരും അങ്ങോട്ട് വന്നിട്ടില്ല. LLB അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ആതിര. പഠനവും പരീക്ഷയുമെല്ലാം പൂർത്തിയാക്കി 1 മാസം മുമ്പാണ് ആതിര ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ജനുവരി 15-ന് പരീക്ഷാഫലം വരുമെന്നും വീട്ടിൽ അറിയിച്ചിരുന്നു. ഫെബ്രുവരിയിൽ എൻറോൾ ചെയ്യാൻ ഹൈക്കോടതിയിലടക്കം പോകാനുള്ള കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഒരിക്കലും ആതിര ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മാതാപിതാക്കളും നാട്ടുകാരും ഒരുപോലെ പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് ആശ്വാസമായും പരിഹാരങ്ങളുമായും വരുന്ന ആതിര ആത്മഹത്യ ചെയ്യുമെന്നത് അവിശ്വസനീയമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് വീട്ടുകാർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.